ചെറുപ്രായത്തിൽ തന്നെ മികച്ച ക്ഷീരകർഷകനായി പേരെടുത്ത വിദ്യാർത്ഥികളാണ് കിഴക്കേപ്പറമ്പിൽ ബെന്നിയുടെ മക്കളായ മാത്യുവും ജോർജും. ഇരുവരും ചേർന്ന് 22 പശുക്കളെയാണ് വളർത്തിയിരുന്നത്. ഇതിൽ 13 ഇന്നലെ ചത്തു. 5 ഗുരുതരാവസ്ഥയിലാണ്. സമീപത്തെ കപ്പ ഉണക്ക് കേന്ദ്രത്തിൽ നിന്നും കപ്പയുടെ തൊലി പശുക്കൾക്ക് വാങ്ങി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ പശുക്കൾ തളർന്നു വീഴുകയായിരുന്നു. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓടി വന്നപ്പം എല്ലാ പശുക്കളും പയ്യെ കിടന്ന് വിറയ്ക്കാനൊക്കെ തുടങ്ങി. പിന്നെ കാല് തന്നെ തുടങ്ങി. പിന്നെ പയ്യെ ഓരോന്നോരോന്നായി തൊഴുത്തിലേക്ക് വീണു. പിന്നെ അവിടെ കടന്ന് പിടച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വയർക്ക് വീർത്തു. കണ്ടപ്പോൾ നല്ല പേടിയായി. പിന്നെ അയൽവക്കത്തുള്ളവരെ എല്ലാവരും വിളിച്ചു. അപ്പോൾ അവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഓടി വന്നു. ഓമനിച്ചു വളർത്തിയ പശുക്കൾ കൂട്ടത്തോടെ ചത്തത് കുട്ടികൾക്ക് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ജോർജിന് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കപ്പത്തൊലിയിലെ സയനൈഡിന്റെ സാന്നിധ്യമാകാം പശുക്കൾ കൂട്ടത്തോടെ ചാവാൻ കാരണമെന്നാണ് സംശയിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. ഓട്ടോസ്ട്രോഡിൻ ഇതുപോലെയുള്ള സയനൈഡ് പോയിസണിങ് ഉണ്ടാക്കുന്ന കെമിക്കൽസ് റിലീസ് ചെയ്യും. ഇത് ബ്ലഡിൽ അബ്സോർബ് ചെയ്യും. അത് ഓക്സിജനേഷൻ, അതായത് സെൽസിൻ്റെ ഓക്സിജൻ എടുത്ത് പ്രവർത്തിക്കാനുള്ള കഴിവിന് ഇല്ലാണ്ടാക്കുകയും ചെയ്യും. ഇമ്മീഡിയറ്റ് ആയിട്ട് സഫോക്കേഷൻ വരും. മാത്യുവിനെ ഫോണിൽ വിളിച്ച് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ കുട്ടികൾക്കുണ്ടായ വലിയ നഷ്ടം നികത്താൻ സർക്കാർ തന്നെ ഇടപെടണം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ശ്യാമിലി ശശിധരനാണ് നമുക്കിപ്പം ഉള്ളത്. ശ്യാമിലി, കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്ന ഒരു വാർത്ത. കാരണം വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ജീവിത വിജയം നേടിയ 2 പേരായിരുന്നു മാത്യുവും അതുപോലെ ജോർജും. നമ്മളൊക്കെ അവരുടെ വാർത്തകൾ, അവരുടെ സന്തോഷപൂർവ്വമുള്ള നിമിഷങ്ങളൊക്കെ കണ്ടതും കേട്ടതും ഒക്കെയാണ്. വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പശുക്കൾ ചത്തതിനുള്ള കാരണം ഈ പറഞ്ഞതുപോലെ കപ്പത്തോലിൽ നിന്നുള്ള സയനൈഡിന്റെ വിഷാംശം അത് തന്നെയാണോ? എന്തൊക്കെയാണ് ഈ പുതിയ വിവരങ്ങൾ? എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ടോ? ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ നഷ്ടപ്പെടുന്നത് ഏറ്റവും വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വേദനാജനകമായ ഒരു അവസ്ഥയാണ്. ഇടുക്കി വെള്ളിയാമറ്റത്ത് നിന്നും അങ്ങനെ ഒരു വേദനയോടെ ഒരു കാഴ്ച നമ്മൾ ഇന്ന് കണ്ടു. ഓമനിച്ചു വളർത്തിയ 22 പശുക്കൾ ഗുരുതരാവസ്ഥയിലാകുക, അതിൽ 13 മരിക്കുക. സംസ്ഥാന സർക്കാരിന് മികച്ച കുട്ടിക്കർഷകർക്കുള്ള അവാർഡൊക്കെ കരസ്ഥമാക്കിയ ജോർജ് മാത്യു എന്നുള്ള 2 സഹോദരന്മാർക്കാണ് പുതുവർഷ തലേന്ന് തന്നെ ഇത്തരമൊരു അനുഭവം ഉണ്ടായത്. അവരുടെ മനസ്സിനെ തളർത്തിയ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. 13 പശുക്കളാണ് അവരുടെ ഫാമിൽ മരിച്ചു വീണത്. കാരണം ഭക്ഷണം കൊടുത്തതാണ് അവർക്ക്. കപ്പത്തൊലിയായിരുന്നു കൊടുത്തിരുന്നത്. ഈ കപ്പത്തൊലിയിൽ സയനൈഡിന്റെ അംശമുള്ളത് കൊണ്ടാണ്, അത് പശുക്കളെ ബാധിച്ചത് കൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നാണ് ആരോഗ്യപ്രവർത്തകരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. എന്തു തന്നെയാണെങ്കിലും അവർക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാൻ കാരണം, ഈ പശുക്കളെ അസ്വസ്ഥതയും അവർ മരിച്ചു വീണപ്പോൾ അത് താങ്ങാൻ കഴിയാതെ മാനസിക അസ്വസ്ഥത്തെ തുടർന്ന് ജോർജ് എന്ന കുട്ടിയെ ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിക്കുകയുണ്ടായി. കാരണം നമുക്ക് മനസ്സിലാക്കാം, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിന്റെ വേർപാട് നമ്മളെ